തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ, ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വീട്ടിൽ വരരുതെന്നും അതൊക്കെ ഓഫീസിൽ വെച്ച് തന്നെ ആയിക്കൊള്ളണമെന്നും. അതിന് ഞാൻ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതല്ലല്ലോ. പിന്നെ താൻ ഇവിടെ കയറി താമസിക്കാൻ വന്നതാണോ? അതെ. അപ്പോ മാഡം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇനി മുതൽ ഞാൻ താമസിക്കാൻ പോകുന്നതേ ഇവിടുത്തെ ഔട്ട് ഹൗസിലാ. അപ്പോ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല അല്ലേ? തനിക്ക് ആരാ ഇതിന് അനുവാദം തന്നെ? അനുവാദം തന്നത് അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കാം. ഓക്കെ. ബാക്കി ദേ അവിടെ ചോദിച്ചാ മതി. ധനുഷ് ധനുഷ് എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നപ്പോ അർച്ചന മേഡത്തെ കണ്ടു. ഇന്ന് രാവിലെ ലോഡ്ജിലെ ആളുമായിട്ട് ഞാനൊന്ന് ഉടക്കി. ചെറിയ കശപിശ ഉണ്ടായെന്ന് പറയുന്നതാണ് ശരി. എന്നോട് അയാൾ പറഞ്ഞു അവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ഞാൻ അപ്പൊ തന്നെ ബാഗും പാക്ക് ചെയ്തിങ്ങി ഇറങ്ങി. ഔട്ട് ഹൗസ് ഓക്കെ അല്ലേ സാർ? ധനുഷ് അപ്പൊ താമസിക്കാൻ തയ്യാറാണോ വന്നത്? അതെ. നമസ്കാരം മാഡം. മാഡം, ഇന്നു മുതൽ ഞാനിവിടെ ഉണ്ടാവും. നന്ദൻ സാറിന്റെ കനിവ് കൊണ്ട് എന്നോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. സച്ചി, ധനുഷിന് ഇവിടെ ഒരു കുറവുണ്ടായിരുന്നു. ശരിയേട്ടാ. അതുപോലെ തന്നെ ധനുഷിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പറയണം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിങ്ങളൊക്കെ ഉള്ളിടത്ത് താമസിക്കുന്നത് തന്നെ സന്തോഷമല്ലേ സാർ? ഇനിയുള്ള എല്ലാ ഡീലിങ്സിനെ പറ്റിയും നമുക്ക് ഇവിടെ വെച്ച് ഒരു തീരുമാനത്തിലെത്താലോ. ആദ്യം ധനുഷ് പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മോളെ, ധനുഷിന് മുറി കാണിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ പോയിട്ട് വരാം സാർ. വരൂ. ഇതാണ് റൂം. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചാ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇഷ്ടപ്പെട്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടതാ. നെല്ലിശ്ശേരിയിലല്ലേ, ഇഷ്ടമാവാതിരിക്കോ? അല്ല, ഈ മുറിയേ, ഇത് നെല്ലിശ്ശേരി വീട്ടിലെ മുറിയല്ലേ, ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാ ഉദ്ദേശിച്ചത്. ഇന്നലെ ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. നന്ദൻ സാറും സച്ചി സാറും സന്ദീപും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം താമസിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമല്ലേ? അവരുടെ 3 പേരുടെയും പേര് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പറയാത്ത പേരുകളും എന്റെ ഇഷ്ടപ്പെട്ടവരുടെ ഉണ്ട്. മുന്നോട്ട് പോട്ടെ, ഞാൻ പറയാം. വയലിനോ?
സന്ദീപേട്ടന് വയലിൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ മേടിച്ചതാ. ഓ, ധനുഷിനത് വായിക്കാൻ അറിയോ? അങ്ങനെ ചോദിച്ചാ കുറച്ചു നാള് ഭ്രാന്ത് കയറി ഇത് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ലാതെ വെറുതെ വായിക്കും. അവശബ്ദമാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഹലോ, ഇതാണോ പെർഫെക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ്? ഇതെന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ അല്ല, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വാ, നമുക്ക് വയലിനും പാട്ടുമൊക്കെ ആയിട്ടിരിക്കാം. അതിനെന്താ, വരാലോ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിത് പഠിപ്പിച്ചും തരാം. ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. നോക്കട്ടെ എന്നെ കൊണ്ട് മെരുക്കാൻ പറ്റുന്നതാണോന്ന്, എന്നിട്ട് പറയാം. നന്ദേട്ടാ, ആ? എനിക്ക് നന്ദേട്ടനോട് ഒരു കാര്യം പറയണമായിരുന്നു. എന്താ അർച്ചന? അത് മറ്റൊന്നുമല്ല. ആ ധനുഷ് എന്ന് പറയുന്ന ആളെ ഇവിടെ താമസിപ്പിക്കാൻ പറഞ്ഞത് നന്ദേട്ടൻ നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണോ? അതിനെന്താ എത്ര ആലോചിക്കുന്നു? അല്ല നന്ദേട്ടാ, അയാള് എങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയാതെ. അർച്ചന പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ധനുഷ് നമ്മുടെ ഓഫീസിലെ കീ പോസ്റ്റിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ, ഞാനോ സച്ചിയോ സന്ദീപോ ഇല്ലാതെ വന്നാൽ ഓഫീസ് ഹാൻഡിൽ ചെയ്യേണ്ട ആൾ. ആ ആൾ ചിന്തിക്കുന്നത് പോലെയായിരിക്കും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ധനുഷിന് താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയില്ലെന്നും പുറത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടേക്ക് മാറിക്കോളാൻ പറഞ്ഞത്. ധനുഷ് വന്നതിന് ശേഷം കമ്പനിക്ക് ഉയർച്ചയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ വിട്ടുകളയേണ്ടെന്ന് കരുതി. പിന്നെ അയാൾ എഡ്യൂക്കേറ്റഡും പ്രൊഫഷണലുമാണ്. ജോയിൻ ചെയ്ത കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അയാളെ ഇവിടെ താമസിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അർച്ചന ആലോചിച്ച് നോക്കി, അയാൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിരിക്കുമെന്ന്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നന്ദേട്ടൻ പറയുന്നത് അയാളുടെ ജോലിയും ബിസിനസ് ചെയ്യാനുള്ള കഴിവും ഒക്കെയാ. എൻ്റെ മനസ്സിലും ഞാൻ പറഞ്ഞു വന്നതിലും മറ്റൊരർത്ഥം കൂടിയുണ്ട്. കല്യാണപ്രായമായ 2 പെൺകുട്ടികളുള്ള വീടായത്, സ്നേഹയും അനഘയും. അപ്പോൾ പുറത്തുനിന്നൊരാൾ വന്നിവിടെ താമസിക്കാന്നൊക്കെ പറഞ്ഞാൽ, ഈ പറഞ്ഞു വരുന്ന എന്താന്ന് ഇപ്പം നന്ദേട്ടന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. അർച്ചന ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ. അതിനർത്ഥം
ഈ കാലത്തും ഇങ്ങനെ ചിന്തിക്കുന്നവർ വിരളമാണെന്നാ. അർച്ചനയുടെ പേടി എനിക്ക് മനസ്സിലാവും. എന്നാ ധനുഷ് അങ്ങനെയുള്ള ഒരാളല്ല. ഓഫീസിൽ ധാരാളം പെൺകുട്ടികളുള്ളതല്ലേ. ആരോടും ഒരു ലൂസ് ടോക്കിനും പോവാത്ത ആളാ ധനുഷ്. അതെനിക്ക് ഉറപ്പുണ്ട്. അതിനേക്കാൾ ഉറപ്പ് എൻ്റെ സ്നേഹമോളുടെ കാര്യത്തിൽ എനിക്കുണ്ട്. അനഘയുടെ കാര്യം ഞാൻ പറയാത്തത് എന്താണെന്ന് അർച്ചനയ്ക്കറിയാലോ. പിന്നെ ഇതൊക്കെ ഓർത്ത് ജീവിക്കാൻ പറ്റത്തില്ല അർച്ചനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. അർച്ചന അങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെയും, അത്രേ ഉള്ളൂ. പിന്നെ ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ നിമിഷം നമുക്ക് ധനുഷിനെ ഇവിടുന്ന് മാറ്റാം. എന്താ പോരെ? ഞാനങ്ങനെ പറഞ്ഞത് തന്നെ ഒരിക്കലും ധനുഷ് കാരണം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. അർച്ചന അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ പറയുന്നത്. നീ എവിടെ പോയതായിരുന്നു? ധനുഷിന് മുറി കാണിച്ചു കൊടുക്കാൻ. ഈ വീട്ടിൽ വരുന്നവർക്കൊക്കെ മുറി കാണിച്ചു കൊടുക്കലും അവരോട് കളിതമാശ പറയലും അല്ല നിന്റെ ജോലി. ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ നീ തന്നെ എന്തിനാ പോയത്? അതിനിപ്പോ എന്താ ഏട്ടത്തി? ഞാൻ അവിടെ വരെ ഒന്ന് പോയെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? നീ അവിടം വരെ പോയിന്ന് കരുതി ഒന്നും സംഭവിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാ. നന്ദേട്ടനെ അച്ഛനെ പോലെ എല്ലാവരെയും കണ്ണുടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയാണെന്നും എന്താണ് ഉദ്ദേശമൊന്നും അറിഞ്ഞിരിക്കണം. ഇന്നലെ ഞാൻ നിന്നോട് വാൺ ചെയ്ത് പറഞ്ഞ കാര്യം നീയായിട്ടിപ്പോ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നിനക്ക് നല്ലത് പറഞ്ഞു തരാനോ നേർവഴിക്ക് നടത്താനോ ഒന്നും അവന്തിയെടുത്ത് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാ അമ്മയായും ഏട്ടത്തെയായും ഒക്കെ ഞാൻ നിന്നോട് പെരുമാറുന്നത്. ഇപ്പൊ പറഞ്ഞൊക്കെ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഇടയുണ്ടാക്കരുത്. ഇനി ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം. ഏട്ടത്തി, അതിനു വേണ്ടി ഇവിടെ എന്ത് സംഭവിച്ചു എന്നാ? ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അതാണ് പ്രശ്നം. നിന്റെ പ്രായം ഇതായതുകൊണ്ടാ പുറകെ നടന്ന് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രായം വല്ലാത്തൊരു പ്രായം മോളെ. ചിലപ്പോ ഒരു നിമിഷത്തെ തോന്നലിൽ ജീവിത അവസാനം വരെ കരയേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവുന്ന പ്രായം. നമ്മളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. അതോർത്താ നിനക്ക് കൊള്ളാം. ഹലോ മാഡം, ഈ ഒരു കോളിന് വേണ്ടി ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു. നീ കണ്ടല്ലോ ഇവിടുത്തെ അവസ്ഥ. കുറെ എണ്ണം ഉണ്ട് ഇവിടെ. ആരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചാലാ ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റാന്നറിയോ? നിന്നെ എപ്പോഴും കാണാം, സംസാരിക്കാം എന്നൊക്കെ കരുതിയ ഞാൻ കുറെ നാടകം കളിച്ച് ഇവിടേക്ക് വന്നത്. ദൂരെ ആവുമ്പോ സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇതിപ്പോ ഇത്ര അടുത്തുണ്ടായിട്ടും ഒന്ന് കാണാൻ പോലും പറ്റാത്തത് വല്ലാത്ത കഷ്ടമാ. എന്നെ കാണണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടോ? പിന്നെ ഇല്ലാതെ. ശരിക്കും ആഗ്രഹം തോന്നുന്നു. ആ എങ്കി ഫോൺ കട്ട് ചെയ്യാതെ മുറ്റത്തേക്ക് വാ. താൻ അവിടെ ഉണ്ടോ? നീ വാ. താനെവിടെ?
എവിടെയാ? മുകളിലേക്ക് നോക്ക്. ശ്ശെ, ആകാശത്തേക്ക് അല്ലട പൊട്ട. ഏ? ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് തിരിഞ്ഞു നോക്ക്. ഇവിടെ. ഹായ്. നീ തന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ. നിന്നെ എപ്പോ കണ്ടാലും എനിക്ക് ആദ്യം കാണുന്ന പോലെ തന്നെയാ. സാധാരണ കാമുകന്മാരുടെ ക്ലീഷേ ഡയലോഗ് ആണെന്നുണ്ടെങ്കിലും വരവ് വെച്ചിരിക്കുന്നു. എന്തൊരു ചിരിയൊക്കെ. ചുമ്മാ ചിരിച്ചതാ. എന്തൊരവസ്ഥയാണല്ലേ നമ്മുടെ. ഇത്രയും സ്നേഹിക്കുന്ന നമ്മള് ഫോണിൽ ഇങ്ങനെ, എന്നിട്ട് കണ്ടാൽ അറപ്പ് തോന്നുന്നവനോടൊപ്പം ഒരു കട്ടില്ലും. അതാണ് മോളെ വിധി. ആ വിധിയെ തോൽപ്പിച്ച് ഒന്നാവാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും സാഹസമൊക്കെ കാണിക്കുന്നത്. ഇതുവരെയുള്ള നമ്മുടെ പ്ലാനൊക്കെ ഓക്കെ. ഇനി എന്താ പരിപാടി? ഞാൻ മനസ്സിൽ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരെയും എന്റെ കൈവെള്ളയിൽ വെച്ച് വേണം അടുത്ത കളി. നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ചോദിക്കൂ. നീ എന്താ ആ സ്നേഹമായിട്ടൊരു ചുറ്റിക്കളി? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാം നേടിയെടുത്ത് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന് എന്നോട് പറഞ്ഞതാരാ? അത് ഞാൻ തന്നെയാ. ആ, അതിനുള്ള ചില വഴികള് ഞാൻ വെട്ടിയിടും ഇപ്പോഴേ. അതെന്റെ മാർഗം മാത്രമാണ്. ലക്ഷ്യം എപ്പോഴും നീ പറഞ്ഞ പോലെയാ. ആ ലക്ഷ്യത്തിലോട്ടെത്താൻ എനിക്ക് പല നമ്പറുകളും ഇറക്കേണ്ടി വരും. ചിലപ്പോ സ്നേഹയോടൊന്നല്ല, സാക്ഷാൽ അർച്ചനയോട് പോലും ഞാൻ നിലവിട്ട് പെരുമാറിന്ന് വരും. എന്തായാലും ഇതെല്ലാം നമ്മുടെ അറവുമാടുകളല്ലേ. പിന്നെന്തിനാ തനിക്കെന്നെ സംശയം? നിന്റെ സ്നേഹം കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, പക്ഷേ നീ എന്നെ വിശ്വസിക്കണം. മനസ്സിലായോ? അത്ര വിശ്വാസകരൊന്നും അല്ല. സ്നേഹിക്കുന്ന ആള് മറ്റൊരു സ്ത്രീയോട് അടുപ്പം കാണിക്കുമ്പോ അത് കാണുന്നൊരു സാധാരണ സ്ത്രീയുടെ ജലസിയായി കണ്ടാ മതി നീ അതിനെ. അതിന് അവന്തിക്ക് ഒരു സാധാരണ സ്ത്രീ അല്ലല്ലോ, ധനുഷിന്റെ കാമുകിയല്ലേ. അതെന്താ നീ എന്റെ മുഖത്ത് നോക്കി പറയാതെ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയുന്നേ? എനിക്കെന്തോ ചില കാര്യങ്ങൾ നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഇപ്പോഴും ചമ്മല. ഹലോ 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 ഹലോ. എന്താ ഉറക്കമൊന്നുമില്ലേ? ഉറങ്ങണം. ഇതാണ് മാറിയെന്നൊക്കെ ഒരു ഫോൺ വിളി. ചുറ്റിക്കളി വല്ലതുണ്ടോ? ഞാൻ ചോദിച്ചത് വല്ല പ്രേമത്തിലും അകപ്പെട്ടോന്നാ. അങ്ങനൊന്നുമില്ല സർ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. അമ്മയ്ക്ക് എപ്പോഴും എന്നോട് സംസാരിക്കണം. ഞാൻ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചു വിളിക്കും. അങ്ങനെയല്ല ധനുഷ്, എത്ര തിരക്കിലാണെങ്കിലും അമ്മ ഫോൺ വിളിച്ചാൽ എടുത്ത് സംസാരിക്കണം. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് സംസാരിച്ചിട്ടേ വേറെന്തും ചെയ്യാവൂ. ഈ ലോകത്ത് പകരം വയ്ക്കാനാവാത്ത ഒന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ സ്നേഹവും വാത്സല്യവും മാത്രമാണ്. കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയില്ലെന്ന് പറയുന്നത് പോലെയാ. അമ്മ ഇല്ലാതായി കഴിഞ്ഞാലേ മറ്റാരും അതിന് പകരാവില്ലെന്ന് തിരിച്ചറിയും നമ്മൾ. അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് എത്ര വർഷമായെന്നറിയോ? പലപ്പോഴും കൊതിയാവും ഇങ്ങനെയൊക്കെ ഒന്ന് വിളിക്കാൻ. എനിക്കറിയാം സർ, എനിക്കും എൻ്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പോ ഞങ്ങൾ സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ജോലി തന്നതിനും ഇവിടെ താമസിപ്പിച്ചതിനും ഒക്കെ സാറിനോട് നന്ദി പറയാൻ അമ്മ പറഞ്ഞു. നന്ദിയുടെ ആവശ്യമൊന്നുമില്ലെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. ഇവിടെ ഒരു അമ്മയുടെ കുറവേ തനിക്കുള്ളൂ എന്നും പറയാം സർ. പിന്നെ ഞാനിപ്പോൾ വന്നത് ഇവിടെ തനിക്ക് റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ? അതെന്ത് ചോദ്യാ സർ. കുടുംബത്തിലൊരു അംഗത്തെ പോലെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മുറിയും തന്നു. എന്നിട്ട് ഞാൻ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാനാ സർ?
നന്ദി ഞാൻ പറയുന്നില്ല. കാരണം ആ 2 അക്ഷരത്തിൽ തീരുന്നതല്ല ഒന്നും. സാർ എനിക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിനും സ്നേഹത്തിനും ഒക്കെ സാർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. നോക്കിക്കോ, സാറിനെ ഞാൻ ഞെട്ടിക്കും. സാർ പോയി കിടന്നുറങ്ങിക്കോ. രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ? അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സർ.